മലയാളി ഫ്രം ഇന്ത്യ ഈ മെയ് മാസം 1-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ. ചിത്രം കൃത്യം ഇന്നത്തോടെ 9 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. നിവിൻ പോളി നായകനാക്കി ഡിജോ സംവിധാനം ചെയ്ത് സോഷ്യോ പൊളിറ്റിക്കൽ കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ 9-ാം ദിവസം കേരളത്തിൽ കടക്കുമ്പോൾ സിനിമയ്ക്ക് ഇന്ന് കളക്ഷൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 21 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 19 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ. ഇന്ന് 35 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ ഇന്നത്തോടെ 7,75 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് 9 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നലെയോടെ 16 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണല്ലോ. ഇന്നത്തോടെ 16,50 ലക്ഷത്തിന് മുകളിൽ 9 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. 30 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ ലിസ്റ്റൺ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് നിർമ്മിച്ച സിനിമയ്ക്ക് നാളെ വെള്ളിയാഴ്ച മുതൽ കൂടുതൽ മികച്ച കളക്ഷൻ വർധനയെല്ലാം തന്നെയാണ് നിലവിൽ നാം കേരളത്തിലും ലോകമെമ്പാടുമായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ കോപ്പിയടി ആരോപണം അതിനെ തുടർന്നുള്ള വിവാദമൊന്നും തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ മിക്സഡ് അഭിപ്രായങ്ങൾ കൊണ്ട് ഇപ്പോൾ തന്നെ 20 കോടി രൂപയ്ക്ക് മുകളിലെല്ലാം തന്നെ കളക്ഷൻ എത്തിയേനെ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ.